ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡോക്കോയിൻ്റെ ഏറ്റവും വലിയ ലാസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കേസ് ബൈനാൻസ് ഓൾറെഡി അങ്ങനെ എക്സ്ചേഞ്ചിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേസ് നമുക്കിനി ചെയ്യേണ്ടത് ബൈനാൻസിലോട്ട് മാറ്റണോ അതോ എന്തെങ്കിലും പണി ഒളിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല വലിയൊരു പണി തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബൈബിറ്റും ബൈനാൻസും സേഫ് ആണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. കേസ് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ സേഫാണ്. പക്ഷേ നമുക്ക് സെൽഫ് പ്രഷർ വരുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൊത്തം സെർവറും ഡൗൺ ആയേക്കാം. നമുക്ക് പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ സെല്ല് ചെയ്യാൻ പോലും പറ്റുള്ളൂ. അത്രക്കും പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ബൈനാൻസും ബൈബിറ്റും അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ ഗെറ്റ് ഡോട്ടയിലാണ് ഏറ്റവും സേഫ്. ഇപ്പോൾ ഡോക്കോയും മാത്രം ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം 16 മില്യൺ യൂസേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് പകുതി ആൾക്കാർ എന്തായാലും ബൈബിറ്റ് യൂസ് ചെയ്യും, പകുതി ആൾക്കാർ എന്തായാലും ബൈനാൻസ് യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെ പോയാലും ഏകദേശം ഒരു 2 മില്യൺ അല്ലെങ്കിൽ 3 മില്യൺ യൂസേഴ്സ് മാത്രമായിരിക്കും ഗെറ്റ് ഡോട്ടായി പോലത്തുള്ള എക്സ്ചേഞ്ചസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബൈനാൻസിലും അതുപോലെ തന്നെ ബൈബിറ്റിലും ഏതിനകത്ത് പ്രൈസ് കൂടിയാലും എല്ലാത്തിലും ഒരേ പ്രൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ പ്രൈസിൻ്റെ കാര്യം ഇന്നതിൽ വന്നിട്ടെന്നുള്ള കാര്യമല്ല, ഏതിനകത്തൊക്കെ ലിസ്റ്റ് ആകുന്നു ഉള്ളതിലാണ് കാര്യം. അതായത് ബൈനാൻസ് പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോം, അതായത് ബൈനാൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, വളരെ ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു ബിഗിനറിനും പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള സെറ്റിങ്സാണ് ബൈനാൻസിൽ വന്നിട്ടുള്ളത്. അതെടുത്ത് നോക്കി എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ തന്നെ സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ വാങ്ങാനൊക്കെ അത്യാവശ്യം എളുപ്പവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എളുപ്പവും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വാങ്ങാനും വിൽക്കാനും. അതാണ് ഞാൻ എളുപ്പമുള്ളത് എന്ന് പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ബൈനാൻസിൽ ലിസ്റ്റ് ആകുമ്പോൾ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 100% ഉറപ്പൊന്നുമല്ല, ഏകദേശം ഒരു 40%. കാരണം 26-ാം തീയതി ആകുമ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നേരെ താഴേക്കും ചിലപ്പോൾ നേരെ മേളിലോട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും നമ്മളതനുസരിച്ച് സന്തോഷിക്കുക. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുമാത്രമല്ല ഗേസ് കോയിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അടുത്ത ക്യാറ്റിൻ്റെ ഒക്കെ ഒരു ലിസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ പേജിൽ അല്ലെങ്കിൽ ടെലഗ്രാം പേജിൽ വന്നതാണ്. അപ്പോൾ കേസ് നിങ്ങളിത് എന്തായാലും ക്യാറ്റിലൊന്നും കയറാത്തവർ ഇപ്പം തന്നെ കയറി വെക്കുക. കാരണം നമുക്ക് വേറെ പണിയില്ല. ഡോക്കോയിനെ പോലെ തന്നെയാണ്, വെറുതെ ജസ്റ്റ് ഒന്ന് കയറി വെച്ചാൽ മാത്രം മതി. നമുക്ക് ഇതുപോലെ തന്നെ കോയിൻസ് അല്ലെങ്കിൽ ഡെയിലി ചെക്കിങ് അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കയറി വെക്കുക. കാരണം നമുക്ക് നഷ്ടമൊന്നുമില്ല. കാരണം ഡോഗ് ഉപയോഗിച്ചവർക്ക് അറിയാം. കാരണം നമ്മൾ ഒരു പണി എടുത്തിട്ടില്ല ബാക്കിയുള്ള ബോട്ടിനെ അപേക്ഷിച്ച്. നമ്മൾ ആപ്സ് കോമ്പാറ്റിൽ വെറുതെ കുറേ നാൾ കളഞ്ഞ് നമുക്കൊന്നും കിട്ടിയില്ല. ഇനി കിട്ടാനും പോകില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കാരണം അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഒഫീഷ്യലായിട്ടൊരു ന്യൂസ് വന്നിട്ടില്ലെങ്കിലും വളരെയധികം ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിനകത്താണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റിയത് കാര്യം എന്ന് വെച്ചാൽ 200 മില്യൺ പ്ലേയേഴ്സിനെ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു മറ്റൊരു സത്യമാണത്. കേസ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കേസ് അതിനനുസരിച്ച് നിങ്ങൾ അതിനകത്ത് ഇതാക്കുക. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, പോവാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കേസ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സ്കാറ്റിലും ബൂലിലും എന്തായാലും കയറാം. കാരണം രണ്ടും ഒരു ഈക്വൽ എന്താ പറയുക, നേരെ എന്താ പറയുക, ഡോക്കോയിൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അത് രണ്ടും. നല്ലൊരു എമൗണ്ട് പ്രതീക്ഷിക്കാം. ബൂല് എന്തായാലും ഒരു എമൗണ്ട് പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ ബൈനാൻസ് ഡോക്കോയിനെ പോലെ തന്നെയുള്ള ഒരു പ്രൊജക്റ്റാണ് ക്യാറ്റ്. അപ്പോൾ കേസ് അതിനകത്ത് എന്തായാലും നല്ല അത്യാവശ്യം ഒരു എമൗണ്ട് പ്രതീക്ഷിക്കാം. മോശമില്ല അതൊരു എമൗണ്ട് പ്രതീക്ഷിക്കാം. കാരണം അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ സംസാരം എന്താ ലിസ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെയാണ് സംസാരം. അപ്പോൾ കേസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും. അപ്പോൾ കേസ് നമ്മൾ അധികം പണി ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കയറി വെച്ചേക്കുക, കിട്ടുന്ന എമൗണ്ട് കളക്ട് ചെയ്യുക, അത് വിഡ്രോയിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് കിട്ടുന്ന എത്ര എമൗണ്ട് ആണോ അത്ര എമൗണ്ട് തൃപ്തിപ്പെടുന്നു, അത്രേ ഉള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ബൈനാൻസിലാണെങ്കിലും ബൈബിറ്റിലാണെങ്കിലും അതുപോലെ ഗെറ്റ് ഡോട്ടായിലാണെങ്കിലും ഏതിലാണെങ്കിലും സംഭവം സേഫാണ്. പക്ഷേ നമ്മൾ ഒരുപാട് നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് ഡൗട്ടുള്ളത്. ഡോക്കോയിൻ്റെ കേസ് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം സെൽഫ് പ്രഷറാണ്. കാരണം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്ലേസ് എന്തായാലും ബൈനാൻസിൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ കയറും. ബൈനാൻസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എന്താ പറയുക, ഞാൻ എന്തായാലും ബൈനാൻസ് വന്നമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കാരണം അതിൻ്റെ പ്രൈസ് എത്ര കൂടും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഊഹിക്കാവുന്ന കേസുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈബിറ്റിലാണെങ്കിലും ഏകദേശം ഒരു എന്താ പറയുക പകുതി ആൾക്കാർ കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പകുതി കുറഞ്ഞ ഒരു പകുതിയിലത്തെ പകുതി കയറിയിട്ടുണ്ടാവും, എന്തായാലും കയറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ OKXലും അത്യാവശ്യം ചെറിയൊരു എമൗണ്ട് കയറിയിട്ടുണ്ടാവും, ഗെറ്റ് ഡോട്ടയിലും അത്യാവശ്യം ഒരു എമൗണ്ട് കയറിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എന്താ പറയുക എക്സ്ചേഞ്ചസ്. അപ്പോൾ കേസ് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ തീരുമാനം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിലും പ്രൈസ് ഒന്ന് തന്നെയായിരിക്കും. സെൽഫ് പ്രഷറാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്.
എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ഞാൻ എന്തായാലും ഒരാൾക്ക് റെഫർ ചെയ്യുന്നത് എന്തായാലും ഗെറ്റ് ഡോട്ട് ഐ ആയിരിക്കും. കാരണം അത് അത്യാവശ്യം ആൾക്കാരും കുറവായിരിക്കും, അത്യാവശ്യം ഗ്യാസ് ഫീയും കുറവാണ്, സേഫാണ്, എല്ലാം സേഫാണ്. പക്ഷേ നമുക്ക് എന്തൊക്കെയാണ് എപ്പോഴൊക്കെ നടക്കണമെന്ന് ഒരു പിടിയില്ലാത്തതുകൊണ്ടും സർവറിൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം ഏകദേശം 16 മില്യൺ യൂസേഴ്സ് ഉണ്ട് ഡോക്കോയിനിൽ. ബിക്കോസ് അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ബൂല് എന്തായാലും നിങ്ങൾ കയറുക. കാരണം വളരെ എളുപ്പമായിട്ട് കോയിൻസ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എത്ര കോയിനാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നല്ലൊരു എമൗണ്ട് ഉറപ്പാണ്. കാരണം ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ വന്നെയാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം നല്ലൊരു എമൗണ്ട് എന്തായാലും പ്രതീക്ഷിക്കാം. ബിക്കോസ് ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പോകാമെന്നൊക്കെയാണ് കേട്ടത്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനൽ അറിയിക്കുന്നതാണ്. ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗൈസ്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു എന്താ പറയുക, ബിഗിനറിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്സ് എടുത്തെടുത്ത് പയ്യാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലാണെങ്കിൽ എത്ര ചെറിയ കാര്യം പോലും ആണെങ്കിലും ഡോക്കോയിൻ്റെ എല്ലാ കാര്യം അപ്ഡേറ്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് തരുന്നവരുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള പ്രൊജക്ട്സും അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനിയും ചെയ്യാനുണ്ട്. കാരണം ഒരു എന്താ പറയുക, അത്യാവശ്യം ഈ അടുത്ത് തന്നെ വിഡ്രോയിൽ വരാൻ പോകുന്ന ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട് കേസ്. അപ്പോൾ ഞാൻ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊന്നും നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ബൂലൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കയറി ജോയിൻ ചെയ്ത് വച്ചേക്കുക. കാരണം നിങ്ങൾക്ക് നഷ്ടമില്ല, ജസ്റ്റ് ജോയിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തൊരു നഷ്ടമില്ല കേസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കുക, കയറി ജോയിൻ ചെയ്ത് വെക്കുക കേസ്. എല്ലാം മിക്കവർക്കും ഉള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ബിറ്റ്ഗെറ്റ് എങ്ങനെ സേഫ് അല്ലേ, അല്ലെങ്കിൽ എന്താ അത് യൂസേഴ്സ് കുറവാണോ, അങ്ങനെയൊക്കെ. ബിറ്റ്ഗെറ്റിലും യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യമൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ബിറ്റ്ഗെറ്റിലും അതുപോലെ ഇപ്പോൾ ക്യാറ്റിൻ്റെ എന്താ പറയുക വിഡ്രോവലും കാര്യങ്ങളും വരുന്നത് ബിറ്റ്ഗെറ്റിലാണ്. അതുപോലെ തന്നെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ബിറ്റ്ഗെറ്റും പൊങ്ങി പയ്യെ വരുന്നുണ്ട്. അപ്പോൾ സേഫ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ ഡോഗ്സിൻ്റെ ബിറ്റ്ഗെറ്റിൽ വന്നെങ്കിൽ അവർ എത്ര കാശ് മുടക്കിയിട്ടുണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ കേസ് അതൊക്കെ ഒന്നും ഒരിക്കലും അവർ കയറി വരുന്ന ടീംസാണ്. അപ്പോൾ കേസ് നമുക്ക് വിശ്വസിക്കാണ്ടിരിക്കാം. അപ്പോൾ കേസ് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും 3-4 പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മസ്റ്റായിട്ടും കയറേണ്ടത് മാത്രം കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കയറുക. അതുപോലെ തന്നെ ഈ മാസം വരുന്ന വിഡ്രോയിലും കാര്യങ്ങളും എന്തായാലും പങ്കെടുക്കുക. ഇനിയും കയറാത്തവർ ഇപ്പോൾ തന്നെ കയറുക. കാരണം ഈ മാസം ഏകദേശം 4 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം 2 എണ്ണം കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണുക. കാരണം ഉപയോഗമുള്ളത് മാത്രമാണ്. ബ്ലൂം മിസ് ചെയ്യരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ ബ്ലൂം ഒരു കാരണം വെച്ചാലും മിസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ബൂലിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു. അപ്പോൾ അത്യാവശ്യം ആൾക്കാരെ വീഡിയോ കണ്ടു. അപ്പോൾ നിങ്ങളെ പറയുകയാണെങ്കിൽ കാണാത്തവരാണെങ്കിൽ കാണാതെ മനസ്സിലാക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രൊജക്റ്റാണ്. കാരണം നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ പറയുക, സ്മാർട്ട് ചെയിനാണ്, അതും ബൈനാൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു എമൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ബൈനാൻസ് അത്രയ്ക്കും ഫേമസ് ആയിട്ടും അല്ലെങ്കിൽ അത്രയും യൂസേഴ്സുള്ള അല്ലെങ്കിൽ അത്രയും ബാക്കപ്പ് ഉള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ബൈനാൻസ്. അപ്പോൾ ബൈനാൻസിൻ്റെ ഒപ്പം മുട്ടി നിൽക്കണമെങ്കിൽ അത് വലിയൊരു ബോട്ടായിരിക്കണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം അതങ്ങനെയാണ്. അപ്പോൾ കേസ് എല്ലാവരും കയറി നോക്കുക, കിട്ടണത് കിട്ടട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അടിക്കുക. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.